രാമു കുറച്ച് ഓവർ ടൈം ചെയ്യേണ്ടി വരും. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ ഒന്നോളൂ. ഞാൻ നിൽക്കല്ലേ? ആവശ്യമില്ലാത്ത ചില കോംപ്ലക്സുകളാണ് നമ്മുടെ ഗ്രൂപ്പിലെ പ്രശ്നം. താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ. അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്കെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം ഞാൻ പറയാം. വി.ഡി. സതീശൻ സംസാരിക്കുന്നതിന് മുൻപ് ഷാഫി വിളിക്കാത്തതിൽ DCC സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തർക്കിച്ചു. ഒറ്റ വരിയിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഷാഫി പറഞ്ഞു. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. കുറച്ച് തിരക്കണ്ടേ, അതാ. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയിക്കാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. നീ പോവാണോ? ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. അങ്ങനെ ഒരു വിഷയമില്ല. ആരാ പറഞ്ഞത്? ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ്. കാരണം താങ്കളെ കഴുത്തിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു, നിങ്ങൾ തമ്മിൽ കുശുകുശുക്കുന്നു, അങ്ങനെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. മനുഷ്യന്മാർക്ക് മാറാതെ നേരം വേണല്ലോ. അത് മനുഷ്യന്മാർ, നമ്മൾ ദേവനും കൃഷ്ണനും. നിങ്ങൾ തിക്കിനെ സംബന്ധിച്ചും തള്ളിനെ സംബന്ധിച്ചും ഒക്കെ കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ ദയവായി ഈ തിക്കും തിരക്കിനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ കൂട്ടുകാരാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാ. നമ്മളെ